ഈ ഓണം എല്ലാ വർഷവും ആഘോഷിക്കുന്നേ? അത് മോളെ, എല്ലാ വർഷവും നമ്മളെ കാണാൻ ഓണക്കാലത്ത് മാവേലി വരുമെന്നാണ് വിശ്വാസം. മുത്തശ്ശി, ആരായി മാവേലി? അല്ലേ മഹാരാജാവേ, എനിക്കങ്ങ് 3 അടി മണ്ണ് തരാമോ? 3 അടി മണ്ണ് സ്വയമേ അളന്നെടുക്കാൻ ഞാൻ അങ്ങേക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഇത് കേട്ടതും വാമനൻ വലുതാവാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു, 2ാമത്തെ കാലടി കൊണ്ട് സ്വർഗം മുഴുവൻ അളന്നു. അങ്ങനെ 3ാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം ഇല്ലാതെ ആയപ്പോൾ മഹാബലി തന്റെ കിരീടം ഊരി ശിരസ് കുലുക്കുകയും വാമനൻ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുകയും ചെയ്തു. പണം ആഘോഷിക്കുന്നത് എന്നാണ് നാം എല്ലാവരും വിശ്വസിക്കുന്നത്. വാ മുത്തശ്ശി, നമുക്ക് പോകാമിടാം. ഹായ്, ദേ മുത്തശ്ശി, മാവേലി വരുന്നു. മഹാബലിയുടെ പുത്രന്റെ പേര്? ജോസപ്പച്ച, എന്തായാലും കൈ മുക്കുന്നു. ആ, ഞാൻ പറഞ്ഞതിന് അടുത്താണ് കേട്ടോ. ഞാൻ ബാബു എന്ന് പറഞ്ഞു. വേസിലങ്ങളെ പറ ബാങ്കില്. ഓ, എനിക്ക് വയ്യ. ആ, ചേർലി ആൻറ്റി വിചാരിക്കണല്ലോന്നല്ലട്ടാ, ആൻറ്റി വിചാരിക്കണല്ലോന്നല്ല. ആ, Ready, 1, 2, 3, go! അവിടെ വെക്കട്ടെ. ഫ്രെയിമിനകത്തോട്ട് വെക്കും.
ഫസ്റ്റിന് മാത്രം മാലുണ്ടോ? അതെ. ബോംബ് ഇൻ ദ സിറ്റി തേർഡ് ഉലഹന്നാൻ. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? നിലു നിക്ക് കേരള ശ്രീമാൻ ലിനോസ് കോൾജോൺ. കറക്റ്റാ വെറുതെ ഒരു അവസ്ഥയിൽ എല്ലാ വീടുകളും വരണ്ട് തുടങ്ങി കിടക്കുന്നു. പ്രത്യേകിച്ച് എന്റെ വീട്, സോഫി അമ്മച്ചിയുടെ വീട് ആരും ഇല്ലാതെ വരണ്ട് കിടക്കുന്ന നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇത്രയും മനോഹരമാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏതായാലും നിങ്ങളെല്ലാവരും കൂടി ഈ പ്രോഗ്രാമൊക്കെ വളരെ മനോഹരമാക്കി എടുത്തതിലും ഞങ്ങളെ ഈ പ്രോഗ്രാം ക്ഷണിച്ച് ഞങ്ങൾക്ക് ഒരു നമുക്കൊരു ജീവൻ നൽകിയതിനും, നമുക്ക് എല്ലാവരും ഒരു ജീവൻ നൽകിയതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.